റഷ്യ തട്ടിക്കൊണ്ടുപോയ ആയിരക്കണക്കിന് യുക്രൈനിയൻ കുട്ടികളെ മടക്കിക്കൊണ്ടുവരാൻ $25 മില്യൺ സഹായവുമായി യു.എസ്. ക്വീവ്. റഷ്യ യുക്രൈൻ അധിനിവേശം ആരംഭിച്ചതിനുശേഷം ആയിരക്കണക്കിന് യുക്രൈനിയൻ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. റഷ്യയിലേക്ക് നാടുകടത്തപ്പെട്ടതോ അധിനിവേശ പ്രദേശങ്ങളിലേക്ക് നിർബന്ധിതമായി മാറ്റിയതോ ആയ കുട്ടികളെ തിരികെ കൊണ്ടുവരാനായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആവിഷ്കരിച്ച ഒരു സംരംഭമാണ് ബ്രിങ് കിഡ്സ് ബാക്ക്. 20,000-ത്തിലധികം കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ കേസുകൾ യുക്രൈൻ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ എത്രയോ മടങ്ങ് കൂടുതലാണ് ബ്രിങ് കിഡ്സ് ബാക്ക് യുടെ നേതാവായ മാക്സിം മാക്സിനോവ് പറയുന്നത്. 2023-ൽ അവർ 2 പ്രസ്താവനകൾ നടത്തി. 7,44,000 വരുന്ന യുക്രൈനിയൻ കുട്ടികളെ റഷ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനെക്കുറിച്ച് അവർ അഭിമാനത്തോടെ പോസ്റ്റ് ചെയ്തത് ഞാൻ ഉദ്ധരിക്കുന്നു. മാക്സിനോവ് പറഞ്ഞു. അതായിരുന്നു അവരുടെ 1-ാം നമ്പർ പ്രസ്താവന. ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ അവകാശങ്ങൾക്കായുള്ള കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് രണ്ടാമത്തേത്. 46,000 യുക്രൈനിയൻ കുട്ടികൾക്ക് റഷ്യന് പൗരത്വം നൽകിയതായി അവർ പറഞ്ഞു. യുക്രൈൻ എന്നൊരു രാഷ്ട്രമില്ലെന്നും അവർക്ക് പോകാൻ മറ്റൊരിടമില്ലെന്നും അവരുടെ കുടുംബങ്ങൾ അവരെ ഉപേക്ഷിച്ചുവെന്നും കുട്ടികളെ അവർ പഠിപ്പിക്കുന്നു. മനുഷ്യാവകാശ അഭിഭാഷകൻ ശരൺജിത്ത് പാർമർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. യു.എസ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കുട്ടികളെ കണ്ടെത്തി തിരികെ കൊണ്ടുവരാനായി $25 മില്യൺ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മാക്സിനോവ് പറഞ്ഞു. റഷ്യ തട്ടിക്കൊണ്ടുപോയ ആയിരക്കണക്കിന് യുക്രൈനിയൻ കുട്ടികളെ മടക്കിക്കൊണ്ടുവരാൻ $25 മില്യൺ സഹായവുമായി യു.എസ്. 2023-ൽ അവർ 2 പ്രസ്താവനകൾ നടത്തി. 7,44,000 വരുന്ന യുക്രൈനിയൻ കുട്ടികളെ റഷ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനെക്കുറിച്ച് അവർ അഭിമാനത്തോടെ പോസ്റ്റ് ചെയ്തത് ഞാൻ ഉദ്ധരിക്കുന്നു. മാക്സിനോവ് പറഞ്ഞു. അതായിരുന്നു അവരുടെ 1-ാം നമ്പർ പ്രസ്താവന. ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ അവകാശങ്ങൾക്കായുള്ള കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് രണ്ടാമത്തേത്. 46,000 യുക്രൈനിയൻ കുട്ടികൾക്ക് റഷ്യന് പൗരത്വം നൽകിയതായി അവർ പറഞ്ഞു. യുക്രൈൻ എന്നൊരു രാഷ്ട്രമില്ലെന്നും അവർക്ക് പോകാൻ മറ്റൊരിടമില്ലെന്നും അവരുടെ കുടുംബങ്ങൾ അവരെ ഉപേക്ഷിച്ചുവെന്നും കുട്ടികളെ അവർ പഠിപ്പിക്കുന്നു. മനുഷ്യാവകാശ അഭിഭാഷകൻ ശരൺജിത്ത് പാർമർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. യു.എസ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കുട്ടികളെ കണ്ടെത്തി തിരികെ കൊണ്ടുവരാനായി $25 മില്യൺ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മാക്സിനോവ് പറഞ്ഞു.